ഉത്തർപ്രദേശിൽ മതപരമായ ചടങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ട 60 മരണം, 150 പേരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. ഹത്രാസ് ജില്ലയിലാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുന്നു. സിബി, എങ്ങനെയായിരുന്നു അപകടം? എന്തായിരുന്നു ചടങ്ങ്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അജിംഷാദ്, ഇപ്പോൾ മരണസംഖ്യ 80 കടന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. ഉത്തർപ്രദേശിലെ ഹത്രാസ് ജില്ലയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അവിടെ ഒരു മതപരമായ ചടങ്ങിനിടെയുണ്ടായ തിക്കിലും തിരക്കിലുമാണ് ഈ ഒരു വലിയ ദുരന്തമുണ്ടായത്. ഹത്രാസ് ജില്ലയിലെ മുഗൾ ഹർഗി എന്ന ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു മതപരമായ ചടങ്ങായിരുന്നു. ആ പ്രാദേശികമായ ചടങ്ങിനിടെയാണ് ഇത്തരത്തിൽ തിക്കും തിരക്കും ഉണ്ടാവുകയും പിന്നീട് ശ്വാസം മുട്ടൽ അനുഭവിച്ചാണ് പല ആളുകളും മരിച്ചതെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വളരെ വലിയൊരു ദുരന്തമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ചടങ്ങ് അവസാനിക്കുന്ന ഒരു സമയത്താണ് തിക്കും തിരക്കും അനുഭവപ്പെട്ടത്. മരിച്ചവരിൽ ഏറെയും സ്ത്രീകളാണെന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഇവരെ 150-ലധികം ആളുകൾ ഇതിൽ പരിക്കേറ്റ് ഇപ്പോൾ പല പല ആശുപത്രികളിലായി ചികിത്സയിലാണെന്നും ഇപ്പോൾ പറയുന്നു. എന്തായാലും അവിടെ ഒരു മാനവ് മംഗൾ മിലൻ സദ്ഭാവന സമാഗം എന്നൊരു കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു പരിപാടിയായിരുന്നു. അവിടെ വെച്ചാണ് ഈ ഒരു ഇത്തരത്തിലൊരു സത്സംഗ് പരിപാടി എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആ പരിപാടിക്കിടെയാണ് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായത്. എന്തായാലും ഇപ്പോൾ മരണസംഖ്യ വീണ്ടും വീണ്ടും ഉയരുകയാണ്. ഇപ്പോൾ 80 കഴിഞ്ഞ് 87 ആയി എന്നെല്ലാം നിലയും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമെല്ലാം നിലയും സംഭവ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ആഗ്ര ADGP അടക്കമെല്ലാം നിലയും ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. അലിഗഡ് കമ്മീഷൻ അടക്കമെല്ലാം നിലയും ഇപ്പോൾ പ്രത്യേക സംഘം അവിടെ എത്തിയിട്ടുമുണ്ട്. എന്തായാലും ഈ ഒരു ചടങ്ങിൽ ഇപ്പോൾ മരണം 80 കഴിഞ്ഞിരിക്കുകയാണ്. നിരവധി പേർ ഇപ്പോൾ ചികിത്സയിലാണ്. യോഗി ആദിത്യനാഥിന്റെ UP-യിൽ ഒരു ആഘോഷത്തിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട്, മതപരമായ ചടങ്ങിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ക്രമീകരണങ്ങളുടെ അഭാവം കൊണ്ട് കൂടിയാണ് 87 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 150ഓളം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൻ്റെ വിവരങ്ങളാണ് സിബി ജോസഫ് നൽകിയത്.